बहुत बहुत बधाई। आज हफ्ते भर से मनाए जा रहे जन औषधि सप्ताह का भी आखिरी दिवस ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി, BJP സംസ്ഥാന പ്രസിഡന്റ്. വിവിധ സേവനങ്ങളുടെ ഉദ്ഘാടനം ശ്രീ മുക്കം ബാലമൂർ ബിജു, BJP ജില്ലാ പ്രസിഡന്റ്. നിലവിളക്ക് ഉയർത്തി വേദിയിലേക്ക് പള്ളിച്ചൽ സതീഷ്, UDF ചെയർമാൻ, ശ്രീ കുന്നുവിള സുബീഷ്, BJP മണ്ഡലം പ്രസിഡന്റ്, ശ്രീ അനിൽകുമാർ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ, ശ്രീ ഉദയൻ, LC സെക്രട്ടറി, CPIM, വാർഡ് മെമ്പർമാരായ ശ്രീമതി പൂജാദേവി, ശ്രീമതി അനുജകുമാരി, വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സജീവ് മഹാലക്ഷ്മി, BJP ഏരിയ പ്രസിഡന്റ് ശ്രീ സാജു, വൈഭവകുമാർ, നോഡൽ ഓഫീസർ, ജൻ ഔഷധി പരിയോജന എന്നിവയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നത് പ്രധാനമന്ത്രി ജൻ ഔഷധി പരിയോജന തിരുവനന്തപുരം റീജിയൻ്റെ ശ്രീ S. കാർത്തികേയൻ അവരുകളെയാണ്. അവരുകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ മഹത് കർമ്മത്തിൽ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, അതുപോലെ ആദ്യ വിൽപ്പന നടത്തുവാൻ ഇവിടെ ചേർന്നിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ S. സുരേഷ് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സൗത്ത് ജില്ലയുടെ, തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ മുക്കം ബാലമൂർ ബിജു അവർ, അതോടൊപ്പം ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ പള്ളിച്ചൽ സതീഷ് അവർ, UDF ചെയർമാൻ, കാട്ടാക്കട നിയോജകമണ്ഡലത്തിൻ്റെ UDF ചെയർമാനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ കുന്നുവിള സുബീഷ്, BJPയുടെ മലയിൽ മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. BJPയുടെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ അനിൽകുമാർ, LC സെക്രട്ടറി, CPM LC സെക്രട്ടറി ശ്രീ ഉദയൻ, വെള്ളാപ്പള്ളി വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി പൂജാദേവി,
കുളങ്ങരക്കോണം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി അഞ്ജകുമാരി എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വ്യാപാരി വ്യവസായി സമിതിയുടെ ശ്രീ സജി മഹാലക്ഷ്മി അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJP ഏരിയ പ്രസിഡന്റ് ശ്രീ സാജു അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ജനൌഷധി പരിയോജനയുടെ നോഡൽ ഓഫീസർ ശ്രീ വൈഭവ് കുമാർ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും ജനാധിപത്യ വിശ്വാസികളെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, പ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതുപോലെ നമ്മുടെ ബഹുമാനായിട്ടുള്ള തടി അപ്പുക്കുട്ടൻ്റെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശാഖയുടെ ഉദ്ഘാടനത്തിൽ ചേർന്നിട്ടുള്ള ബഹുമാനും നമ്മളേറെ പ്രിയങ്കരമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, അതോടൊപ്പം നമ്മുടെ S. സുരേഷ് ഏട്ടൻ, ഇവിടെ സന്നിധരായിരിക്കുന്ന മഹത്വ്യക്തിത്വങ്ങളെ, കേരളത്തിൽ ഇത് രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോൾ എടുത്ത് ചോദിച്ചു എത്ര ബ്രാഞ്ചുകളുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ വാഗ്ദാനമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ 150 ജനൌഷധി കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും എന്ന് അദ്ദേഹം പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് നമുക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. എനിക്ക് ആ സമയത്ത് കറക്റ്റ് എണ്ണം പറയാൻ പറ്റിയില്ല. ഞാൻ 130 ആയിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ബഹുമാനായിട്ടുള്ള നോഡൽ ഓഫീസർ ഉണ്ട്, അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 160 ജനൌഷധി കേന്ദ്രങ്ങളായി കഴിഞ്ഞു. 160 കേന്ദ്രങ്ങൾ ആൾറെഡി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 60-ന് മുകളിൽ കേന്ദ്രങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ മാത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ കുറച്ച് കേന്ദ്രങ്ങൾ അതിൻ്റെ പ്രിലിമിനറി വർക്ക് കഴിഞ്ഞ് ഫൈനൽ സ്റ്റോപ്പ് ബോർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ വർഷത്തോടുകൂടി ഒരു 200 ജനൌഷധി കേന്ദ്രങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ള ഉദ്ദേശപൂർവ്വമാണ് ബഹുമാനായിട്ടുള്ള നോഡൽ ഓഫീസർ മുന്നോട്ട് പോകുന്നതിന് അറിയിച്ചു. ഇത് നമുക്ക് ഏവർക്കും അറിയാം, ഇത് വലിയൊരു തൊഴിലവസരമാണ്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ ഒരിക്കൽ ജനൌഷധിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതായത് തൊഴിൽ നൽകുന്നതോടൊപ്പം തന്നെ വനിതാ സംരംഭകരെ വളർത്തിക്കൊണ്ട് വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതൊന്ന് ഈ ഷോപ്പ് നമ്മുടെ നടത്തുന്ന ഒരു വനിതാ സംരംഭകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജനൌഷധി കേന്ദ്രം നടത്തുന്ന ഒരു വനിതാ സംരംഭകയാണ് നമ്മുടെ കിംസിന്റെ ഓപ്പോസിറ്റുള്ളത്. G20-യിലെ ലോകരാഷ്ട്രങ്ങളിലെ ലോകപ്രതിനിധികൾ പങ്കെടുത്ത ഇന്ത്യയിലെ ഒരേ ഒരു ജനൌഷധി കേന്ദ്രം നമ്മുടെ കിംസ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റുള്ള ജനൌഷധി കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് മൈൽസ്റ്റോണുകൾ നമ്മൾ ജനൌഷധി നേടിയിട്ടുണ്ട്. 20,000-ഓളം ജനൌഷധി കേന്ദ്രങ്ങൾ ഭാരതം ഒട്ടാകെയായി. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സമയപരിമിതി ഉള്ളതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമുക്ക് ഞങ്ങളുടെ ഇതിനു മുമ്പ് ഞങ്ങളുടെ ബ്രാഞ്ച് പെരുമ്പഴൂരായിരുന്നു. അന്ന് അദ്ദേഹം നമ്മുടെ ബഹുമാനായ രാജീവ് ചന്ദ്രശേഖരൻ എത്താമെന്ന് പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഇവിടെ പങ്കെടുത്തതിൽ പ്രധാനമന്ത്രി ജനൌഷധി പരിയോജനയെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുണ്ട്. തുടർന്നും ജനൌഷധിയുടെ എല്ലാ സംരംഭങ്ങൾക്കും ഇതൊരു തൊഴിൽ, ഞാൻ പറഞ്ഞു, തൊഴിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചത്. ഏകദേശം 600 പരം ഫാർമസിസ്റ്റുകൾ നമ്മുടെ കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ഏകദേശം 130ഓളം ഫാർമസിസ്റ്റുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു സംരംഭമായി മാറാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ ദീർഘവീക്ഷണം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇച്ഛാശക്തിയോടുള്ള ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ് ഒരു വലിയൊരു മഹത് സംരംഭം ഭാരതത്തിലൊട്ടാകെ പടർന്നു സഞ്ചരിച്ച് വൻ വിജയമാക്കി തീരാൻ സാധിച്ചത്. തുടർന്നും അദ്ദേഹത്തിന്റെ സഹായ സംരംഭം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. അധ്യക്ഷ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ശ്രീ ബഹുമാനായ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ആഗ്രഹം ക്ഷണിക്കുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി BJP സംസ്ഥാന പ്രസിഡന്റ് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രോഗ്രാമിൽ ജനൌഷധി കേന്ദ്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം പറഞ്ഞല്ലോ, ഞാൻ 2024 ലോക്സഭാ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു, തിരുവനന്തപുരത്ത് 150 ജനൌഷധി കേന്ദ്രം ഉണ്ടാവണം. അത് 160 അത് വലിയൊരു മൈൽ സ്റ്റോണാണ്. ഈ അടുത്തൊരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡിലും, ഞാൻ സുരേഷിനോട് പറയായിരുന്നു, എല്ലാ കോർപ്പറേഷൻ വാർഡിലും ഒരു ജനൌഷധി കേന്ദ്രം ഉണ്ടാക്കണം. അത് ഉണ്ടാവും എന്നാണ് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 ജനൌഷധി കേന്ദ്രം വേഗം അത് ഉണ്ടാക്കി തരും. അതൊന്ന്. രണ്ടാമത്തത്
ഞാൻ പറയാൻ നീണ്ട് സംസാരിക്കുന്നില്ല. ഞാൻ ഈ ജനൌഷധി കേന്ദ്രം എത്രയോ കേന്ദ്രങ്ങളെ ഉദ്ഘാടനം ചെയ്ത ഒരാളാണ്. ഓരോരോ ഈ കേന്ദ്രം കാണുമ്പോൾ ഇത് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ 11 കൊല്ലം ചെയ്ത ആ ഒരു പണിയും അധ്വാനവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, പറഞ്ഞ പോലെ ഒരു കാഴ്ചപ്പാട്, ജീവിക്കുന്ന ഒരു വിഷൻ, അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്, ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം കുറേ ആൾക്കാരുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യണം. അത് നമ്മളെല്ലാവരും കടമയാണ്, നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൽ എന്തിനു വരുന്നു? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ജനങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങളെല്ലാവരും രാഷ്ട്രീയം ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ആണ് ജനൌഷധി കേന്ദ്രം. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ആരോഗ്യ മേഖലയിൽ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എയിംസ് 2014 ഒരു എയിംസ് മാത്രം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇന്ന് എത്ര എയിംസും നമ്മൾ ഉണ്ടാക്കി BJP NDA സർക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു എയിംസ് വരണം. അതിന് 2017 ഞാൻ രാഷ്ട്രീയം പറയല്ല, ഒരു ഫാക്ട് പറയണം. 2017 സാങ്ഷൻ ചെയ്തൊരു എയിംസ് മധുരയിലും നമ്മുടെ കേരള നാട്ടിലായിരുന്നു. പക്ഷേ മധുരയിലെ എയിംസ് അത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, അത് തുടങ്ങി, അതിൽ പേഷ്യന്റ് പോകുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലാൻഡ് ആക്വിസിഷൻ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. എയിംസ് വന്നില്ല. ആരോഗ്യ മേഖല, ആരോഗ്യം ജനങ്ങളുടെ ഒരു അവകാശമാണ്, റൈറ്റ് ടു ലൈഫാണ്. ആ റൈറ്റ് ആർട്ടിക്കിൾ 21 നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കാനൊരു അവകാശം, ആരോഗ്യത്തിനൊരു അവകാശം, ആശുപത്രി, മരുന്ന്, ഇതെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ്. സംസ്ഥാന സർക്കാരാണോ, മുനിസിപ്പൽ കോർപ്പറേഷനാണോ, പഞ്ചായത്താണോ? അപ്പോൾ ഇത് ഭരണഘടനയിൽ ഒരു വാഗ്ദാനം കൊടുത്തതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നരേന്ദ്രമോദിജി ജനൌഷധി കേന്ദ്രം 1 അല്ല 2 അല്ല 160 തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. ഇന്ത്യയിൽ എത്ര ജനൌഷധി കേന്ദ്രം, ജനങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കഴിയാത്ത ജനങ്ങൾക്ക് ജനൌഷധി കേന്ദ്രം, ഹെൽത്തിന്റെ വില കൊടുക്കാൻ പറ്റാത്തവർക്ക് PM ആയുഷ്മാൻ സ്കീം. അപ്പോൾ ഇൻഷുറൻസും മരുന്നും ആർട്ടിക്കിൾ 21 പറഞ്ഞ് 1950 പറഞ്ഞ ഒരു കാര്യം, ഒരു അവകാശം കൊടുത്തതായിരുന്നു നമ്മുടെ പാർലമെന്റ് ജനങ്ങൾക്ക്. അത് 2014 നരേന്ദ്രമോദിജി വന്നിട്ടാണ് ഈ ജനൌഷധി കേന്ദ്രം നമ്മൾ PM ആയുഷ്മാൻ പോലെ ഒരു ഇൻഷുറൻസ് സ്കീമും നടപ്പിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഹരിൻ്റെ ടീമിന് ഞാൻ എല്ലാവരും എൻ്റെ ആശംസകൾ, എൻ്റെ ബെസ്റ്റ് വിഷസ്. എത്രയോ പേര് ഇവിടെ ഈ ജനൌഷധി കേന്ദ്രത്തിൻ്റെ ഗുണങ്ങൾ, അവർക്ക് ഫലങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വാക്കുകൾ കിട്ടുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ആദ്യ വിൽപ്പന നടത്തുന്നതിലേക്ക് വേണ്ടി, ആ മാർക്കന്മാർ നടത്തുന്നതിലേക്ക് വേണ്ടി മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന ജനൌഷധി സ്റ്റോർ വഴി കിടപ്പ് രോഗിയായ ശ്രീ ജഗുവരന് ഒരു വീൽ ചെയർ നൽകുന്നു. ആ കർമ്മം നടത്തുന്നതിലേക്ക് വേണ്ടി ബഹുമാന്യനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് ഏറ്റുവാങ്ങുന്നതിലേക്കായി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നരുവാമൂട് ജനൌഷധി സ്റ്റോർ വഴി നടത്തുന്ന
കാര്യപരിപാടി നടക്കുന്നതാണ്. BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ മുക്കം പരമ്പൂർ ബിജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ കാർത്തികേയൻ, ഏറ്റവും ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, വേദിയിലിരിക്കുന്ന UDF കൺവീനറും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ശ്രീ പല്ലച്ചൽ സതീഷ്, ഏറ്റവും പ്രിയങ്കരനായ BJP മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ തകഴി അപ്പുകുട്ടൻ ചേട്ടൻ, ഉണ്ടെങ്കിൽ നിങ്ങൾ ജനൌഷധി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ മാത്രമാണ് വില വരുന്നത്. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എസ് കാർത്തികേയൻ അവർക്ക്, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയ ബഹുമാന്യമായ മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന BJP അധ്യക്ഷനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുക്കം ബാലം നിർമ്മിച്ചു BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങളായ ശ്രീ അൽകുമാർ, ശ്രീമതി ഉഷാദേവി, ശ്രീ അനുജ, BJP ഷാജനടക്കമുള്ള ആദരണീയരായ നേതാക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ 60% നമ്മളുടെ കിടപ്പാടങ്ങൾ സഹിതം പടയപ്പ ലക്ഷ്യമില്ല. ദീർഘമായ ഒരു പ്രസംഗത്തിൽ നിൽക്കുന്നില്ല. ഈ പരിപാടി ഇവിടെ ഈ താല്പര്യം കാണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജീവൻ രക്ഷാ മരുന്നുകൾ ഈ സ്റ്റോർ വഴി നൽകുമെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം ജനസമൂഹത്തിന് ഇന്ന് പകുതിയിലേറെ ജനവിഭാഗം വിവിധ തരം അസുഖങ്ങളാൽ വലയപ്പെട്ട് കിടക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ മെഡിക്കൽ സ്റ്റോർ വഴി ന്യായമായ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാകുമെങ്കിൽ അത് ഈ നാടിന് തന്നെ അഭിമാനമാണ്. തീർച്ചയായിട്ടും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ ഈ ജനൌഷധി പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ആദ്യമായി എത്തുകയും അതിൻ്റെ പ്രയോജനം നമ്മുടെ ഈ നാടിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു ജനൌഷധി കേന്ദ്രം വളരെ സന്തോഷം. എനിക്കും ഇവിടെ
പങ്കാളിയാകാൻ കഴിഞ്ഞതിലും സന്തോഷം. ഇനിയും ഇതിൻ്റെ ഉയർച്ച മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാധാരണക്കാരന് ഏറ്റവും വിലക്കുറവിൽ ഈ നാട്ടിൽ ലഭിക്കുന്ന മരുന്നുകൾ ജനലക്ഷത്തിലൂടെ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് അറിവുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രസ്ഥാനം വരാനും അതിനെ പരിപോഷിപ്പിക്കാനും ഇതിൻ്റെ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും വ്യാപാര വ്യവസായികളുടെ എല്ലാവിധ പിന്തുണയും ഈ സംരംഭത്തിൻ്റെ പുറകിൽ ഉണ്ടാകുമെന്നും എന്നെ ക്ഷണിച്ചതിനും ഞാൻ നന്ദിയോടെ കടപ്പാട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലും ഉപരിഷ്ഠായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, നമുക്ക് സാധാരണക്കാർക്ക് ചെറിയ വിലയിൽ പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ വഴി മരുന്നുകൾ നൽകുന്ന ഒരു സംരംഭമാണ് ഇവിടെ ആരംഭിച്ചത്. നമുക്കറിയാമല്ലോ, നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ 60% ഹോസ്പിറ്റലിലും മെഡിക്കൽ സ്റ്റോറിലുമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതുപോലുള്ള ജൻ ഔഷധി പോലുള്ള മെഡിക്കൽ സ്റ്റോറുകളും സാധാരണക്കാർക്ക് വളരെ കൈത്താങ്ങായും സഹായവുമായി മാറുന്നു. നരോമോട് നിവാസികൾക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയതിന് വലിയ ഉപകാരപ്രദമാണ്. ഈ മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ച ഖരീക്കും മറ്റു സംഘാടകർക്കും BJP നെരുവാമൂട് ഏരിയ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ ആദിവിണയാകണേ, സത്യം എന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമിയമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകിയും ജന്മബന്ധു ആയിടണേ, ജാതിഭേദങ്ങൾ എന്ന ശാപമോ ദൂരമറിയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമേ മനസ്സിൽ എഴുതേണമേ, രാജീവ് ചന്ദ്രശേഖർജി, മുൻ കേന്ദ്രമന്ത്രി, BJP സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് നമ്മുടെ ജനൌഷധിയുടെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ S. കാർത്തികേയൻ, പ്രധാനമന്ത്രി ജനൌഷധി പരിയോജന, അദ്ദേഹത്തിനും നമ്മുടെ ജനൌഷധിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച ശ്രീ പള്ളിച്ചൽ സതീഷ്, UDF ചെയർമാൻ, കാട്ടാക്കട നിയോജക മണ്ഡലം, ശ്രീ കുന്നുവിള സുധീഷ്, BJP മണ്ഡലം പ്രസിഡന്റ്, ശ്രീ
ശ്രീ അനിൽകുമാർ BJP പാർലമെന്ററി പാർട്ടി ലീഡർ, ശ്രീ ഉദയൻ LC സെക്രട്ടറി CPIM, ശ്രീമതി ഉജാദേവി വാർഡ് മെമ്പർ വെള്ളാപ്പള്ളി, ശ്രീമതി അനുജകുമാരി വാർഡ് മെമ്പർ കുളങ്ങരക്കോണം, ശ്രീ മുക്കമ്പാലമൂട് ബിജു BJP ജില്ലാ പ്രസിഡന്റ്, ശ്രീ സജി മഹാലക്ഷ്മി വ്യാപാരി വ്യവസായി സമിതി, ശ്രീ സാജു BJP ഏരിയ പ്രസിഡന്റ്, ശ്രീ വൈഭവ് കുമാർ നോഡൽ ഓഫീസർ ജനൌഷധി പരിയോജന. ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ഇവർക്ക് ഏവർക്കും ജനൌഷധിയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ ഉദ്ഘാടന കർമ്മം നല്ല രീതിയിൽ ആക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തർക്കും ജനൌഷധിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ആയതിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നല്ലവരായ ആൾക്കാരുടെയും പരിപൂർണ സഹകരണം ഈ സ്ഥാപനത്തിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കാര്യപരിപാടി അവസാനിച്ചിരിക്കുന്നു.